ആറിൻ്റെ മറ്റൊരു ചോദ്യമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ പ്രാർത്ഥിച്ചാൽ പോരെ? പാവങ്ങളെയൊക്കെ സഹായിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ? ഇത് ക്രിസ്തീയ മതവിശ്വാസികളുടെ ഇടയിലുള്ള ഒരു പൊതുവായിരിക്കുന്ന ധാരണയാണ്. അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു, അതുണ്ടെന്ന് വിശ്വസിക്കുന്നു, പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ്, മനുഷ്യരോടുള്ള നമ്മുടെ നീതിയാണ് കാണിക്കുന്നത്. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയോ ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് വരികയോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്, പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ കിട്ടത്തില്ല. എത്രമാത്രം നമ്മൾ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും കിട്ടാത്ത ഒന്നാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നാലേ നമുക്ക് പാപമോചനം ലഭിക്കുകയുമുള്ളൂ. അപ്പോൾ പിന്നെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. സ്വന്തം ഇഷ്ടത്താൽ ഞാനതിനെ അംഗീകരിക്കുകയാണ്. അതിൻ്റെ മറുസൈഡ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു സ്വർഗത്തിലിരുന്നവനും സ്വർഗം വിട്ടിറങ്ങി വന്നവനും എനിക്ക് വേണ്ടി മരിച്ചവനും. പൗലോസ് അത് വ്യക്തമാക്കി പറയുന്നത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസ തലത്തിൽ ഞാൻ ജീവിക്കുന്നു. ഗലാത്യലേഖനത്തിൽ ഒരു വചനമാണ്. അപ്പോൾ ദൈവപുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സകല കഷ്ടങ്ങളും സഹിച്ചത്, നിന്ദകളേറ്റത്, മരിച്ചത് എന്നോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹം എനിക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി ഞാൻ അറിയണം, പ്രസംഗം കേൾക്കണം, അല്ലെങ്കിൽ വചനം വായിച്ച് ധ്യാനിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്ന് ഈ പുഴുവായിരിക്കുന്ന, ഈ കൃമിയായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പാപിയായിരിക്കുന്നതിന് വേണ്ടി മരിച്ചെങ്കിൽ അവന് മരിക്കുവാൻ ഒരു ഉദ്ദേശം എന്താ അറിയാമോ? എന്നോടുകൂടെ യേശുക്രിസ്തുവിന് വസിക്കണം എന്നുള്ള ആഗ്രഹപ്രകാരമാണ് അവൻ മരിക്കുന്നത്. കാരണം കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് എന്നോടുകൂടെ ജീവിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ തടസ്സം പാപമാണ്. അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റാൽ, ഞാൻ ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ജീവിക്കാമല്ലോ.